അങ്ങനെ ബിഗ് ബോസിന്റെ ഹോട്ടൽ ടാസ്ക് ആരംഭിച്ചു. ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും രണ്ടുപേരും എത്തി. ഇവരുടെ രണ്ടുപേരുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത് ലക്ഷ്മി തന്നെയാണ്. ആദില നൂറ വിഷയത്തിൽ ലക്ഷ്മിയോടുള്ള ദേഷ്യം അവർ പരസ്യമായിട്ട് കാണിച്ചു. ലക്ഷ്മിയോട് ഒരു 10,000 തവണ പോയി കുളിച്ചിട്ട് വാ, നിന്റെ നാറുന്നുണ്ടെന്നും പറഞ്ഞ് സ്മെല്ലാണ്, പോയി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞൊരു 10 തവണയെങ്കിലും നമ്മുടെ ലക്ഷ്മിയെ പറഞ്ഞ് ശോഭ വിശ്വനാഥ് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ മുമ്പിൽ വെച്ച് ആദിലയെ കൊണ്ട് നൂറെ പ്രപ്പോസൽ ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഫ്ലവർ കൊടുത്ത് എന്നെ കല്യാണം കഴിക്കാമോ, എന്റെ ഗേളാവാമോ എന്നുള്ളത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്യിപ്പിച്ച് മൊത്തത്തിൽ നമ്മുടെ ലക്ഷ്മിയെ നാണം കെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ശോഭയുടെയും ഷിയാസിന്റെയും ഉദ്ദേശം. അത് കണക്ക് തന്നെ ഷിയാസ് വീണ്ടും ചോദിക്കുന്നു, വെളിയിൽ നടക്കുന്നത് അറിയാമോ, ഇത് ഫുൾ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്, ഇനിയെങ്കിലും മാറ്റി പറഞ്ഞൂടെ, ഇനിയെങ്കിലും ചിന്തിച്ച് കാര്യങ്ങൾ മാറ്റി പറഞ്ഞൂടെ. പക്ഷേ ലക്ഷ്മി ക്ലിയർ ആണ്, ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ ഒരു മാറ്റവും ഇല്ല. ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ല എന്നുള്ള ഒറ്റ സ്റ്റാൻഡിൽ ലക്ഷ്മി നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് നടന്ന മെയിൻ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോളുടെ പ്ലാച്ചി, അതായത് പാവക്കുട്ടിയെ ഷിയാസ് കരീം എടുത്ത് ബിഗ് ബോസ് വീടിന്റെ വെളിയിലോട്ട് എടുത്ത് എറിഞ്ഞു. അത് കഴിഞ്ഞ് അനുമോള് കടന്ന് പൊട്ടി കരച്ചിലും ഭയങ്കര ബഹളം വെപ്പും ബാത്റൂമിൽ പോയി കിടന്ന് കരച്ചിലും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഷിയാസ് എടി ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ അവർ തമ്മിൽ ആക്ച്വലി വെളിയിൽ നല്ല ബോണ്ട് ഉണ്ട്. അവർ തമ്മിൽ ഒരുമിച്ച് കുറെ ഷോ ചെയ്തതാണ്, അവർ നല്ല സുഹൃത്തുക്കളാണ്. അതിന്റെ ഇത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തത് നല്ലതിന് വേണ്ടിയിട്ടാണ്, അനുമോളുടെ ഗെയിം കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അനു അവിടെ കിടന്ന നിലവിളിയാണ്. ശോഭ പോയി പിന്നീട് സംസാരിച്ച് പറയുന്നുണ്ട്, നമുക്ക് ലൈഫിൽ പലത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പക്ഷെ അത് നല്ല വിജയത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ആയിരിക്കും. സോ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണെങ്കിൽ ഗെയിം കളിക്കാനായിട്ട് ഫോക്കസ് ചെയ്യണം, അല്ലാതെ ഇത് അതിനെപ്പറ്റി ആലോചിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അനുവിനെ ഒരു രീതിയിൽ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ശോഭ വിശ്വനാഥും അനീഷും തമ്മിലുള്ള ഒരു ചെറിയൊരു കോമ്പിയും കൂടി വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ തൽക്കാലം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ ഇടുക.